ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊരിച്ച ചിക്കനും അതിൻ്റെ കൂടെയുള്ള ആ ഒരു പൊടിയും ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഒരു പച്ചമുളകും 4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 3 സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തട്ടുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ പീസൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.